ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ, അതിൽ ചെറിയ അടയാളങ്ങളുമുണ്ട്, വലിയ അടയാളങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പഠിപ്പിച്ച ആ വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നുസൂൽ. എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നത് നമ്മൾ മനസ്സിലാക്കി. യൻസിലു ഈസ ഇബ്നു മറിയം, ഈസ നബി അലൈഹിസ്സലാം ദമസ്കസിൽ വെള്ള മിനാരത്തിനരികിൽ അദ്ദേഹം ഇറങ്ങി വരും. ആ സമയത്ത് അമീറുഹും, അവരുടെ അമീർ, അവരുടെ നേതാവ് അഥവാ അന്നത്തെ മുസ്ലിമീങ്ങളുടെ അമീറായിട്ടുള്ള ഇമാം മഹദി ഫയഖൂൽ, അദ്ദേഹം പറയും, തആൽ ഫസല്ലി ബിന, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകുക. സുബഹി നമസ്കാരം നടക്കാനിരിക്കുകയാണ്. ആ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഈസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുന്നു. ഫയഖൂലു ലാ, ലാ എന്ന്, ഇല്ല ഞാനല്ല, താങ്കളാണ് നേതൃത്വം നൽകേണ്ടത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ നമസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്യും. മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിശ്വാസങ്ങൾ ഈ സമുദായത്തിലുണ്ട്. ഷിയാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു മഹദിയുണ്ട്, അവർ പാടി അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന മഹദിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം തന്നെയാണ് മഹദി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ല, മഹദി എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നന്മയാണ്, അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഇതൊന്നും ശരിയല്ല. മഹദിയെക്കുറിച്ച് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ലാ തദ്ഹബു ദുനിയ, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ യംലിക്കൽ അറബ്, മുഴുവൻ അറബികളെയും ഇമാം മഹദി ആ അറബികൾക്ക് നേതൃത്വം നൽകി ഭരിക്കുന്നതുവരെ. റജുലുൻ മിൻ അഹ്ലി ബൈത്തി, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു റജുലാണ് അദ്ദേഹം. അപ്പൊ ഒരു വ്യക്തിയാണ്, ഒരു ചിന്തയോ ഒരു തോന്നലോ അങ്ങനെയൊന്നുമല്ല. പല ആളുകളും ഇതുപോലെയുള്ള വിഷയങ്ങൾ വ്യാഖ്യാനിക്കാറാണ് ചെയ്യാറുള്ളത്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യൻ മസീഹു ദജ്ജാലിനെ വ്യാഖ്യാനിച്ചത് അത് ട്രെയിനാണ് എന്ന രൂപത്തിലാണ്. അതിനവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. അതുപോലെ മഹദിയെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിൽ നിന്നാണ് മഹദി ഉണ്ടാവുക. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പേരമക്കളിലാണ് മഹദി ഉണ്ടാവുക. അഹ്ലു ബൈത്തായിരിക്കും അദ്ദേഹം. അതുപോലെ തന്നെ യവാത ഉസ്മുഹു ഉസ്മി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പേരായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക. ഇപ്പൊ മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദുമാണ് അഹ്മദുമാണ്. രണ്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഇപ്പൊ നബിയുടെ അതേ പേരായിരിക്കും. വ ഇസ്മു അബീഹി ഇസ്മു അബി, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും എന്റെ ഉപ്പയുടെ പേരും ഒന്നു തന്നെയാണ്. ഇപ്പൊ മുഹമ്മദ് ഇബിൻ അബ്ദില്ല അല്ലെങ്കിൽ അഹ്മദ് ഇബിൻ അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അബ്ദുള്ളയുടെ മകൻ അഹ്മദ്. ഇപ്പൊ മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ ആയിരിക്കും അദ്ദേഹത്തിനുള്ള പേര്. പ്രവാചകന്റെ പരമ്പരയിലായിരിക്കും അദ്ദേഹം വരിക. അൽ മഹ്ദിയു മിന്ന, എന്റെ പരമ്പരയിലാണ് മഹദി വരിക. അഹ്ല ബൈത്ത്. യുസ്ലിഹുഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രി അദ്ദേഹത്തെ
ഭരണം നടപ്പാക്കാനുള്ള പ്രാപ്തിയിലേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്യുക. ആദ്യമേ മഹദി ഉണ്ടായിരിക്കും. എന്നാൽ മഹദി എന്ന ആ ഒരു പ്രാപ്തിയിലേക്ക്, ആ ജനങ്ങളെ ഭരിക്കാൻ കഴിയുന്ന ആ ഒരു ഉയർച്ചയിലേക്ക് ഒരു രാത്രിയിൽ അല്ലാഹു തആല അദ്ദേഹത്തെ ഉയർത്തും. അല്ലാഹു തആല അദ്ദേഹത്തെ പ്രാപ്തനാക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി എവിടെ നിന്നാണ് മഹദി പുറപ്പെടുക? എവിടെ നിന്നാണ് മഹദി വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്തഖിലു ഇൻദക കൻസികും ഹാദാ സലാസത്തുൻ കുല്ലുഹും ഇബ്നു ഖലീഫ. കെൻസിനു വേണ്ടി, നിധിക്കു വേണ്ടി യുദ്ധങ്ങൾ ഉണ്ടാകും. ഖലീഫമാരുടെ മക്കളായ 3 വിഭാഗം അവർ ആ കെൻസിനു വേണ്ടി, നിധിക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് കെൻസ്? എന്താണ് ആ നിധി? പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് കഅബക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും. അങ്ങനെ 3 വിഭാഗം കഅബക്ക് വേണ്ടി പോരാടുന്ന ഒരു കാലം വരും. കഅബയാണ് ആ നിധി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, യൂഷിക്കു അൻ യഹ്സിറൽ ഫുറാത്ത് അൻ ജബലിൻ മിൻ ദഹബ്. ഫുറാത്ത് നദിക്കര, അവിടെ സ്വർണത്തിന്റെ നിധികൾ ഉണ്ടാകും, സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകും ലോകാവസാനത്തിന്റെ സമയത്ത്. അത് തുർക്കിയിലുള്ള ഒരു നദിയാണ്. ഫമൻ ഹളറ ഫലാ യഖുദു മിൻഹു ഷൈഅൻ. അവിടെയുള്ള ആരും തന്നെ അതിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ല. എന്നാൽ ആ ഫുറാത്തിലെ നിധിക്ക് വേണ്ടി, അതിനു വേണ്ടിയും യുദ്ധങ്ങൾ ഉണ്ടാകും. ആ തുർക്കിയിലെ നദിയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ല കഅബയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായിരുന്നാലും ഇത് രണ്ടും സംഭവിക്കാനുള്ളതാണ്. കഅബക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഉണ്ടാകും, നിധിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഉണ്ടാകും. ആ കഅബ തന്നെയാണ് നിധി എന്ന് പറഞ്ഞവരുമുണ്ട്. സുമ്മ യഖ്ബിലു അർറായാതു സൂദ് മിൻ ഖിബലിൽ മശ്രിഖ്. അങ്ങനെ ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മശ്രിഖിൽ നിന്ന് കറുത്ത കൊടിയേന്തിയവർ, കറുത്ത കൊടി വഹിച്ചവർ, അവർ അവിടേക്ക് കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നാണ് ഇത് പറയുന്നത്. മദീനയിൽ നിന്ന് മശ്രിഖ് എന്ന് പറയുമ്പോൾ നജിദിന്റെ ഭാഗം. ആ നജിദിൽ നിന്ന് കറുത്ത കൊടി വഹിച്ച ഒരു സൈന്യം, ഒരു സംഘം അങ്ങനെ കഅബയുടെ അരികിലേക്ക് വരും. ഫയഖ്തുലൂനകും ഖത്ലൻ ലം യഖ്തുൽഹു ഖൗമുൻ. അതുവരെ കാണാത്ത ഒരു ശക്തമായ പോരാട്ടം അങ്ങനെ അവിടെ ഉണ്ടാവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഇദാ റഅയ്തുമൂഹു ഫബായിഉ ലൗ ഹബ്വൻ അല സൽജി. നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ, നിങ്ങൾ ആ സൈന്യത്തിന്റെ നേതാവായ ഇമാം മഹദിയെ കാണുകയാണെങ്കിൽ ഫബായിഉ, നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം. ഒരു മഞ്ഞിന്റെ കട്ടയിൽ മുട്ടൊരുമ്മിയാണെങ്കിലും, കുറച്ചു പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും നിങ്ങൾ ആ മഹദിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹ്ദി. ആ സൈന്യത്തിന്റെ നേതാവ് ഇമാം മഹദിയായിരിക്കും. അപ്പൊ മശ്രിക്കിൽ നിന്ന് മഹദി പുറപ്പെടും. ആ സൈന്യത്തിന് ഒരു കറുത്ത കൊടി അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കും. ആ സൈന്യത്തിന്റെ നേതാവ് മഹദിയായിരിക്കും. വിശാലമായ നെറ്റിത്തടമുള്ള, നെറ്റി ഒരൽപ്പം മുകളിലേക്ക് കയറിയ, നീളൻ മൂക്കുകളുള്ള രൂപമായിരിക്കും മഹദിക്ക് എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ഫീ ഉമ്മത്തിൽ മഹ്ദിയ യഖ്റുജു യഈഷു 5 ഔ 7 ഔ 9. ഈ ഉമ്മത്തിൽ മഹദി പുറപ്പെടും, ഇമാം മഹദി വരും. ആ മഹദി വന്നു കഴിഞ്ഞാൽ 5 വർഷം, 7 വർഷം, 9 വർഷം. അതാ ഹദീസ് പറഞ്ഞ റാവി, അദ്ദേഹത്തിന്റെ സംശയമാണ്, എത്രയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ല. ഏതായിരുന്നാലും 7-9 വർഷങ്ങൾ ആ ഭരണാധികാരി, നീതിമാനായ, നീതി നടപ്പിലാക്കുന്ന മഹദി ഇവിടെ ഭരണം നടത്തും. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി അൽ മഹദി. എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇമാം മഹദി പുറപ്പെടും. യസ്ഖീഹില്ലാഹുൽ ഗൈസ്. അല്ലാഹു അദ്ദേഹത്തിന് മഴ വർഷിപ്പിക്കും.
അഥവാ നല്ല സമൃദ്ധമായ മഴ ലഭിക്കുന്ന സമയമായിരിക്കും അത്. അതുപോലെ തന്നെ വത്തുഖ്രിജുൽ അർദു നബാതഹ, ഭൂമി അതിൻ്റെ സസ്യങ്ങൾ മുളപ്പിക്കും, ധാരാളം കായ്ക്കനികൾ ഉണ്ടാകും, ധാരാളം പച്ചപ്പുണ്ടാകും. വയുഅ്തിൽ മാല സിഹാഫ, അന്ന് സമ്പത്ത് തുല്യമായി അദ്ദേഹം വീതിക്കും. വതക്സുറുൽ മാഷിയ, ധാരാളം കന്നുകാലികൾ ഉണ്ടാകും. വതുഅ്ദമുൽ ഉമ്മ, ഈ ഉമ്മത്തിന് നല്ല ശക്തിയുണ്ടാകും. അതുപോലെ തന്നെ യഈഷു സബ്അൻ ഔ സമാനിയ, 7 or 8 വർഷം അദ്ദേഹം ഭരണം നടത്തും. ഇപ്പൊ മഹദി എന്ന് പറഞ്ഞാൽ ഒരു തോന്നലല്ല. മഹദി എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നന്മയല്ല. മഹദി ഒരു റജുലാണ്, ഒരു വ്യക്തിയാണ്. അഹ്ലു ബൈത്തിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പയുടെ അതേ പേര് തന്നെയാണ്. അദ്ദേഹം മശ്രിക്കിൽ നിന്നാണ് പുറപ്പെടുക. അന്ന് ഈമാനുള്ളവർ അദ്ദേഹത്തിന്റെ പിറകിൽ അണിചേരും. നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ, അദ്ദേഹം എത്തിയെന്നറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ബൈഅത്ത് ചെയ്യുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയായ വിഷയമാണ്. ഇപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഉള്ള സമയത്ത് മഹദിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ആ മസീഹുദ് ദജ്ജാൽ, അവന്റെ ഫിത്നകൾ, കള്ളവാദിയായ കദ്ദാബായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നകൾ നടക്കുമ്പോൾ അവിടെയും ഇമാം മഹദിയുടെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏതായിരുന്നാലും ഇത്തരം വിഷയങ്ങൾ അത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഈ വിഷയത്തിൽ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം മിമ്പറുകളിൽ നിന്ന് മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുള്ള താക്കീതുകൾ നിലച്ചുപോയാൽ, മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ അജ്ഞരായി കഴിഞ്ഞാൽ, മഹദിയുടെയും മസീഹുദ് ദജ്ജാലിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള അജ്ഞത അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫിത്നയാണ്, അത് അപകടമാണ്. അവനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക. എല്ലാ നമസ്കാരത്തിലും നമ്മൾ കാവലിനെ ചോദിക്കുന്ന വിഷയമാണ് മസീഹുദ് ദജ്ജാൽ. ലോകത്തു കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ ലോകത്തിലേക്ക് കടന്നു വന്നവർ പഠിപ്പിച്ച, താക്കീർ നൽകിയ വിഷയമാണ് മസീഹുദ് ദജ്ജാൽ. അപ്പൊ അത്ര വലിയ ഫിത്നയുണ്ട്, അത്ര വലിയ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇമാം മഹദി വരാനുള്ള അടയാളങ്ങൾ, പല വീഡിയോകളും ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കണതാ, ഇന്ന നാട്ടിൽ ഇമാം മഹദി വന്നു, ഇമാം മഹദി എത്തിക്കഴിഞ്ഞു. അതിങ്ങനെ ഒരു വരുമാനത്തിന് വേണ്ടി, അത് കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്മാരെ അതിലേക്ക് കയറി നോക്കും. അങ്ങനെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ചില ദുഷ്ടലക്ഷ്യത്തോടുകൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ എപ്പോഴാണ് ഇമാം മഹദി വരിക, എന്താണ് അതിന്റെ അടയാളങ്ങൾ? ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാക്കാം. അള്ളാഹു ശരിയായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെ പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.